നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ആ കൊളോണിയൽ ഭരണത്തിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ നമ്മുടെ രാജ്യത്ത് ധാരാളമുണ്ട്, നിരവധിയുണ്ട്. അതിൽ ഇനിയും നിലനിർത്തേണ്ടതും എന്നാൽ മാറ്റി മറിക്കപ്പെടേണ്ടതുമായവയും നിരവധിയാണ്. സംസ്ഥാനത്തിൻ്റെ തലവനായ പരമാധികാരിയായ ഗവർണർ എന്ന പദവിയും അദ്ദേഹം നടത്തുന്ന നയപ്രഖ്യാപനവും ഒക്കെ ഇതിൽ വരുന്നതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടൻ്റെ കിരീടാവകാശം അല്ലെങ്കിൽ രാജഭരണം നടത്തുന്നയാൾ നേരിട്ട് നിയമിക്കുന്ന ആളാണ് ഈ ഗവർണർ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അതിനുശേഷം നമുക്ക് അതൊരു ഭരണഘടനാ പദവിയാക്കി, ആർട്ടിക്കിൾ 176 അതൊരു ഭരണഘടനാ പദവിയാക്കി. ഒരു സ്റ്റേറ്റിന് വേണ്ടി മന്ത്രിസഭ അല്ലെങ്കിൽ ആ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മൈ ഗവൺമെൻറ്, എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുക, നയപ്രഖ്യാപനത്തിലൂടെ അവതരിപ്പിക്കുക. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗവർണർ എന്ന പദവിയിലുള്ളവരെ കേന്ദ്രം തീരുമാനിക്കുകയും കേന്ദ്രത്തിലും സംസ്ഥാനത്തും വ്യത്യസ്ത സർക്കാരുകൾ വരുമ്പോഴും ആണ് ഈ പലപ്പോഴും യഥാർത്ഥത്തിലുള്ള ഈ കല്ലുകടികൾ തുടങ്ങുന്നതും. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ സംഭവിക്കുന്നത് അത്തരം നാടകങ്ങളാണ്. എന്തായാലും നിയമസഭയിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലുള്ള അത്തരം യുദ്ധങ്ങളുടെ, പോരുകളുടെ, സംഭവബഹുലമായ ദിവസങ്ങളുടെയൊക്കെ ഒരു തിരികൊളുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയും കണ്ടത്. ഇന്നിപ്പോൾ നിയമസഭയിൽ അന്തരിച്ച കാനത്തിൽ ജമീലയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം നാളെയാകും യഥാർത്ഥത്തിലുള്ള സഭാ നടപടികളിലേക്ക് കടക്കുക. നിരവധി വാർത്തകൾ ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. തലക്കെട്ടുകൾ കണ്ടിട്ട് മടങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിലെ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ഇഡി ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തും. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചു. പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഇഡി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. കട്ടിളപ്പാളി കേസിൽ ജാമ്യം കിട്ടാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരുന്നു. സന്നിധാനത്ത് SIT പരിശോധന ഇന്നും തുടരും. SNDP NSS ഐക്യനീക്കത്തിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ആലപ്പുഴയിൽ ഇന്ന് നിർണായക SNDP യോഗം. G സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയുടെ തീയതി ഉൾപ്പെടെ ചിലപ്പോൾ തീരുമാനിക്കും. യോഗം രാവിലെ 10 മണിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യം നൽകരുതെന്ന് ശക്തമായി വാദിക്കാൻ SIT. അതിജീവിതയുടെ മൊഴിയുടെ വിശദാംശങ്ങളടക്കം പ്രത്യേക സത്യവാങ്മൂലം സമർപ്പിക്കാൻ അന്വേഷണ സംഘം. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് നിയമസഭ ഇന്ന് അന്തിമോപചാരം അർപ്പിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചന പ്രസംഗം നടത്തും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ മുതൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 സംസ്ഥാനങ്ങളിലായി ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത രേഖകൾ ഇഡി വിശദമായി പരിശോധിക്കും. പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷം ഇഡി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ 21 കഴിഞ്ഞ ദിവസം ഈ സമയമായപ്പോൾ നിരത്തിപ്പിടിച്ച് ഇഡി നടത്തിയ റെയ്ഡാണ്. നിരവധി രേഖകളും വിവരങ്ങളും അടക്കം സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് ഇടപാടുകളും അടക്കം കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താകും ഇഡിയുടെ ഇനിയുള്ള തുടർ നടപടി? സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. SIT ഒരു വശത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള അന്വേഷണവുമായി ഇഡിയും രംഗത്ത് വരുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ് SIT പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം 3 സംസ്ഥാനങ്ങളിലായി, അതായത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ 21 ഇടങ്ങളിൽ
ഒരേ സമയം കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള റെയ്ഡുമായി ED മുന്നോട്ടെത്തിയത്. ഈ 21 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഇവർ പ്രധാനമായും മുൻഗണന നൽകിയത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ മറ്റു രീതിയിലുള്ള ബാങ്ക് ഇടപാടുകളുടെ തെളിവുകളോ എന്തെങ്കിലും ലഭിക്കുമോ എന്ന കാര്യം തന്നെയാണ് ഈ ED റെയ്ഡിന്റെ ഉദ്ദേശമായി ഉണ്ടായിരുന്നത്. 1000-ലധികം ഇത്തരത്തിലുള്ള ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെന്ന് സംശയിക്കുന്ന രേഖകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ രേഖകളെല്ലാം വിശദമായി പരിശോധിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുക എന്നതാണ് EDക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. ഇതിൽ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമടക്കം ED പരിശോധിക്കും. സ്വപ്ന. ദേവിക, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്നിപ്പോൾ വിധി പറയും പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കേസ് അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവർക്ക് ജാമ്യം നൽകിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് SIT നേരത്തെ തന്നെ കോടതിയെ ബോധിപ്പിച്ചതുമാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത നമ്മൾ എത്രത്തോളം കാണണം? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നവംബർ 20-ാം തീയതിയാണ് A. പത്മകുമാർ അടക്കമുള്ളവരെ ഈ SIT കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ്. കാരണം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഹൈക്കോടതി ഇന്നിവർക്ക് ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിലും വാദം പൂർത്തിയായിട്ടുണ്ട്. അതിലും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. സ്വപ്ന. ദേവികയാണ് ആ വിവരങ്ങളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 സംസ്ഥാനങ്ങളിലായി ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളാണ്. നിരവധി രേഖകളടക്കം ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഏത് രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന കൃത്യമായ നിരീക്ഷണത്തിലേക്ക് ED കടക്കുകയാണ്. അതിനുശേഷമാണ് തുടർന്നുള്ള നടപടികളിലേക്കും ED കടക്കുക. അതേസമയം ഇന്നിപ്പോൾ ജയിലിൽ കഴിയുന്ന പത്മകുമാർ, മുരാരി ബാബു അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജാമ്യം കിട്ടാനുള്ള സാധ്യതയെ നമ്മൾ അധികമായി കാണേണ്ട. കാരണം കേസ് അന്വേഷണം ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും 3 പേരുടെയും ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഉണ്ട്. അതേസമയം സന്നിധാനത്തെ SITയുടെ പരിശോധന ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിൻ്റെ പഴയ വാതിലിൻ്റെ പാളികളൊക്കെ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നുള്ള സാമ്പിളുകൾ ഇന്നിപ്പോൾ ശേഖരിക്കും. കണ്ണൻ ദേവ് ചേരുകയാണ് വിവരങ്ങളുമായി. കണ്ണൻ, ഇന്നിപ്പോൾ 2ാം ദിവസത്തെ പരിശോധനകൾ പ്രധാനമായും എന്തൊക്കെ കേന്ദ്രീകരിച്ചാകും? സ്വപ്ന, ഈ ശബരിമല സ്വർണ്ണ കേസിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രതികളെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഈ അന്വേഷണ സംഘം. ഇതുമായി ബന്ധപ്പെട്ടാണ് SIT സംഘം കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സന്നിധാനത്ത് പരിശോധന നടത്തിയത്. ഇന്ന് ഈ പരിശോധന വീണ്ടും തുടരും. ഇന്നലെ സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ എടുത്ത് പരിശോധിച്ചിരുന്നു. ഇന്ന് അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും. അതുപോലെ പഴയ കൊടിമരം മാറ്റിയപ്പോൾ പെട്ടികളിലാക്കി സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളുടെ പരിശോധനയും തുടരുന്നുണ്ട്. ഇത് സംബന്ധിച്ചും SIT സംഘത്തിന് സംശയമുണ്ടായിരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചും പരിശോധന നടക്കുന്നുണ്ട്. അത് ഇന്ന് നടക്കും. അയ്യപ്പചരിതം കുത്തിയ സ്വർണ്ണപ്പാളികളാണ് പ്രധാനമായും ഇന്ന് പരിശോധിക്കുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുൻപ് നടത്തിയ സാമ്പിൾ പരിശോധനയിൽ നിർണായക വിവരങ്ങളൊക്കെ SIT കണ്ടെത്തിയിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസം മുതൽ നടക്കുന്ന പരിശോധന നടക്കുന്നത്. ഈ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടും വിപുലമായ അന്വേഷണമാണ് ഇനി നടക്കാറുള്ളത്. ഈ കോൺക്രീറ്റ് നിർമ്മിച്ച ഈ കൊടിമരം ചിതലരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിന്റെ പുനഃപ്രതിഷ്ഠ അടക്കം നടത്തിയത്. അത്തരം കാര്യങ്ങളിലും വിപുലമായ അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നത്. ഈ കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. എന്തായാലും ഇന്ന് ഈ സാമ്പിളുകൾ എടുത്ത് കൂടുതൽ പരിശോധനയ്ക്കായിരിക്കും SIT സംഘം കടക്കുക. സ്വപ്ന. സന്നിധാനത്തെ SIT പരിശോധന 2ാം ദിവസവും തുടരും. കഴിഞ്ഞ ദിവസം സ്ട്രോങ് റൂമിൻ്റെ ശ്രീകോവിലിൻ്റെ പഴയ വാതിൽപ്പാളികളാണ് പരിശോധിച്ചത്. അതിനുള്ള സാമ്പിളുകൾ ഇന്നിപ്പോൾ ശേഖരിക്കും. ഒപ്പം ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചുമുള്ള പരിശോധനയും ഇന്ന് സ്ട്രോങ് റൂം ഇതുമായി ബന്ധപ്പെട്ട SIT നടത്തുമെന്നാണ് കണ്ണൻ ദേവ് റിപ്പോർട്ട് ചെയ്യുന്നത്. NSSുമായുള്ള സഹകരണത്തിന് നടപടികൾ തുടരാൻ SNDP യോഗം ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ ചേരുന്ന യോഗം കൗൺസിലിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്നാഥ്, ഈ NSS SNDP ഐക്യമെന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം
അങ്ങനെ ഒരു നിലപാടിലാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും എത്തിയത്. അതോടുകൂടി തന്നെയാണ് ഈ ഒരു ബന്ധം കൂടുതൽ എത്രയും വേഗം ഇതൊന്ന് പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കൈകൊടുക്കത്തക്ക രീതിയിലുള്ള നടപടികളിലേക്ക് എത്താൻ NSSും SNDPയും ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ SNDP യോഗം ചേരുകയാണ്. ഇതിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടല്ലോ. സ്വപ്ന, തീർച്ചയായും കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു യോഗം നടക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ്, നിയമസഭ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലേക്കൊരു സാമുദായിക ഐക്യം രൂപപ്പെടുന്നത് എന്നുള്ളതും വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന യോഗത്തിൽ ശാഖാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പങ്കെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 10 മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്. സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മുൻപ് വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതായത് ഇത് നിലവിൽ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. മുൻപ് പല ഘട്ടങ്ങളിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായും വഴിതെളിച്ചത് ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണ് SNDPയും NSSും തമ്മിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ തർക്കവും ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടായത്. അത് ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിലെത്തിയിട്ടും ഒരു ഘട്ടത്തിൽ പോലും സഹായിക്കുന്ന നിലപാട് ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് തള്ളി പറയുന്നില്ല. മറ്റൊന്ന് പ്രധാന കാര്യം, ഐക്യമുണ്ടായാൽ പോലും ആ നിലയിലേക്ക് വാതിൽ തരുന്ന സമീപനം NSSന്റെ ഭാഗത്തുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതിൽ തുറന്നു വരുന്ന സമീപനമാണ് SNDPക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇതിനെ സ്വീകരിക്കുന്ന നിലപാട് തന്നെ NSSന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഐക്യം ഉണ്ടായാൽ തന്നെ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഐക്യമാകില്ല. ഇതിൽ രാഷ്ട്രീയമില്ല. ഒരു കക്ഷിക്കും ഈ ഐക്യത്തിലൂടെ ഒരു കക്ഷിക്കും ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വേദി ഉണ്ടാകില്ല എന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചിരുന്നു. അതായത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നിലപാടായി ഇതിനെ മാറ്റേണ്ടതില്ല. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചേർന്ന് നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മുൻപ് നായാടി മുതൽ നമ്പൂതിരി വരെയായിരുന്നു മുദ്രാവാക്യമെങ്കിൽ ഇന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ലീഗ് കൃത്യമായി ഇതിന് തടപടൽ നടത്തുന്നു. ഈ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ സമൂഹത്തിൽ വലിയ രീതിയിൽ രൂപിക്കുന്ന നിലപാടിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ആ നിലയിലേക്ക് പ്രധാനപ്പെട്ട മുദ്രാവാക്യം പോലും മാറ്റേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ആ ഐക്യം അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്കുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നടക്കാൻ വേണ്ടി പോവുക. സ്വാഭാവികമായും കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ കൈക്കൊള്ളും എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപ് ഒരു ഘട്ടത്തിൽ പോലും സുഗമമാരുമായി ഫോണിൽ പോലും ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ VD സതീശനെതിരെ രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതായത് UDF നേതൃത്വവുമായി ഒരു വിയോജിപ്പില്ലെങ്കിൽ പോലും VD സതീശനെതിരെ ഒരു കൃത്യമായ കടന്നാക്രമണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഈ തീരുമാന ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന കൂടിക്കാഴ്ച ഉണ്ടാകുക, ഏത് നിലയിലേക്കാണ് ഈ ഐക്യം രൂപപ്പെടേണ്ടത്, അതിൽ എന്താണ് മറ്റ് ഒപ്പമുള്ള മറ്റ് ഭാരവാഹികളുടെ നിലപാട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തീരുമാനമുണ്ടാവും. അതോടൊപ്പം തന്നെ NSSന്റെ നേതൃത്വവുമായി ചർച്ച ചെയ്ത് മറ്റ് നേതൃത്വവുമായി ചർച്ച ചെയ്ത് സുകുമാരൻ നായർ ഈ വിഷയത്തിൽ നിലപാട് കൈക്കൊള്ളുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച തന്നെ ഉണ്ടാവും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം NSS SNDP ഐക്യത്തിലേക്ക് തന്നെ ഈ ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ ഒരു പോസിറ്റീവ് നിലയാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഏത് നിലയിലേക്കാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോവുക, ഏത് നിലയിലേക്കാണ് ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന യോഗത്തിൽ വ്യക്തത വരും. സ്വപ്ന, തീർച്ചയായും നിർണായകം SNDP യോഗം ഇന്നിപ്പോൾ ചേരുകയാണ്. ആലപ്പുഴയിൽ NSSുമായുള്ള ഐക്യത്തിൻ്റെ കാര്യത്തിൽ, കൈകോർക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടുകളും തീരുമാനങ്ങളുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രാഹുൽ ഈശ്വർ ഇന്ന് ദീപകിൻ്റെ വീട് സന്ദർശിക്കും. രാവിലെ 9 മണിയോടെയാണ് സന്ദർശനം. അതേസമയം ബസ്സിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ബസ്സിൽ വെച്ച് ആരും സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് ബസ് ജീവനക്കാരും മൊഴി നൽകിയത്. രാകേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാകേഷ്, ഈ ബസ് ജീവനക്കാരിൽ നിന്നടക്കം ലഭിക്കുന്ന പ്രാഥമിക മൊഴി അനുസരിച്ച് ഈ ദീപക് കുറ്റക്കാരനല്ല എന്ന തലത്തിലേക്കൊക്കെ ഒരുപക്ഷെ ആദ്യ സൂചനകളൊക്കെ പോകുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ദീപകിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. രാഹുൽ ഈശ്വറും ഇന്നിപ്പോൾ എത്തുന്നുണ്ടല്ലോ.
തീർച്ചയായും സ്വപ്ന, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളിലാണ് അത്തരത്തിൽ ബസ്സിൽ വെച്ച് അസ്വാഭാവികമായ യാതൊരു സംഭവവും നടന്നിട്ടില്ല എന്ന തരത്തിൽ ജീവനക്കാരും മൊഴി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ബസ്സിൽ വെച്ച് അത്തരമൊരു സംഭവം നടന്നാൽ പെൺകുട്ടി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ബസ് ജീവനക്കാരോട് പറയുന്ന സാഹചര്യം ഉണ്ടാകും. ബസ് എത്തുന്ന സ്ഥലത്തുൾപ്പെടെ പരാതിപ്പെടുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ദൃശ്യം പ്രചരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ആണ് ജീവനക്കാർ പോലും ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നതും പിന്നീട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി ആളുകളാണ് ദീപകിന് പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാഹുൽ ഈശ്വർ ദീപകിൻ്റെ വസതിയിൽ എത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനവുമുണ്ട്. ഏതായാലും ഈ വിഷയം കേരളം ഒട്ടാകെ തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. രാകേഷൊപ്പം ഈ യുവതി എവിടെയാണ് എന്ന് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനം വിട്ടുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യുവതിയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, എന്താണിത്? അതെ, യുവതിയെ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടന്നു എന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊബൈലിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യരുത്, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള യാതൊരു കൃത്രിമത്വവും കാണിക്കരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം തന്നെ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുകയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതിഷേധവും പരിഹാസവും ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുവതി ഇപ്പോൾ മാറി നിൽക്കുന്നത്. വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ പുറത്തു പറയാനാവില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. രാകേഷാണ് വിവരങ്ങളുമായി ചേർന്ന്. സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിൽ ദീപക് എന്ന യുവാവ് ആത്മഹത്യ സംഭവത്തിൽ ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ അടക്കം ഇന്ന് ദീപകിൻ്റെ വീട് സന്ദർശിക്കും. അതേസമയം ബസ്സിലുണ്ടായ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ ബസ്സിലെ ജീവനക്കാരുടെ നിന്നുള്ള മൊഴികളടക്കം ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒപ്പം ഈ യുവതിക്കായുള്ള അന്വേഷണവും സമഗ്രമായി നടക്കുകയാണ്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ അന്വേഷണ സംഘം എന്തൊക്കെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ വയ്ക്കുന്നു? സ്വപ്ന, രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള ആദ്യ ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നായിരുന്നു രാഹുൽ മാങ്കുട്ടം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യം ഇന്ന് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള വാദം തന്നെ കേൾക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും SIT ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊന്ന്, രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇയാൾക്കെതിരെ മുൻപ് സമാനമായിട്ടുള്ള കേസുകളുണ്ട്. പ്രത്യേകിച്ച് പിന്നീട് രാഹുലിന് എതിരായിട്ട് എടുത്തിട്ടുള്ള 2 കേസുകളുടെ അടക്കമുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഏതായാലും SIT ഈ മുൻകൂർ ജാമ്യം എതിർക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ രാഹുലിനെതിരായിട്ടുള്ള 3ാമത്തെ ബലാത്സംഗ കേസിൽ ഇയാളുടെ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ SITയുടെ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും SIT മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാദം പ്രധാനമായിട്ടും രാഹുലിനെതിരായിട്ടുള്ള സമാന സ്വഭാവമുള്ള കേസുകളുടെ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഏതായാലും രാഹുലിനെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇയാൾ കേസിന്റെ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ SIT മുന്നോട്ട് വെക്കും. കൂടാതെ തന്നെ രാഹുൽ ഈ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഭീഷണികളുടെ അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. രാഹുൽ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിച്ചതും പിന്നീട് ആളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് പരാതിക്കാരിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി അടക്കമുള്ള തരത്തിലുള്ള നടത്തിയിട്ടുള്ള ഭീഷണി, ഈ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. ഏതായാലും അത്തരം സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഏതായാലും മുൻകൂർ ജാമ്യത്തെ SIT എതിർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന.
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആദ്യ ബലാത്സംഗ കേസിൽ അതിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അതിനെതിരെ നൽകിയ അപ്പീലാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയിലുള്ളത്. എന്തായാലും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുക തന്നെ ചെയ്യും. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. KSRTC ഡ്രൈവർ യദുവിനെ ആക്രമിച്ചുവെന്ന പരാതിയിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ് എന്നിവർ ഇന്ന് കോടതിയിൽ ഹാജരാകും. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു. കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയതിനെതിരെ യദു നൽകിയ ഹർജിയിലായിരുന്നു നടപടി. നേരത്തെ കുറ്റപത്രത്തിൽ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദിനെ മാത്രമാണ് പ്രതിയാക്കിയിരുന്നത്. ആര്യയും സച്ചിൻ ദേവിനെയും ഉൾപ്പെടെയുള്ളവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തള്ളണമെന്നും ഇവരെ കൂടി കേസിൽ പ്രതി ചേർക്കണം എന്നുമാണ് ഡ്രൈവർ യദുവിന്റെ ആവശ്യം. ഗ്രീൻലാൻഡ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയം ദാവോസിൽ നടക്കാൻ പോകുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ശക്തമായി അവതരിപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. ഗ്രീൻലാൻഡ് അമേരിക്കയുടെയും ലോകത്തിന്റെയും സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും ഇക്കാര്യം യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് ആവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ തനിക്കൊപ്പം നിൽക്കണം എന്ന ആവശ്യവും ട്രംപ് മുന്നോട്ട് വയ്ക്കും. അതിനിടെ കാനഡയും വെനസ്വേലയും ഗ്രീൻലാൻഡും US ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലയൻ എന്നിവർ ഓവൽ ഓഫീസിൽ ഇരിക്കുന്നതായും ഈ AI ചിത്രത്തിൽ കാണാം. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത്. അതേസമയം അമേരിക്കയ്ക്കെതിരെ പുതിയൊരു വ്യാപാര കരാർ, ട്രേഡ് ബസൂക്ക കൊണ്ടുവരാനായി തയ്യാറെടുക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. അതായത് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ വസ്തുവകകൾക്കും യൂറോപ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ചൈനയെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരുപക്ഷെ ലോക വ്യാപാര രംഗത്തേക്ക് പുതിയ സമവായങ്ങളും ഫോർമുലകളുമൊക്കെ രൂപപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ട്രേഡ് ബസൂക്ക നീങ്ങുന്നത്. BJP ദേശീയ ഭാരവാഹികളുടെ യോഗം ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേരും. പാർട്ടിയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ നിതിൻ നബീന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഭാരവാഹികളുടെ പുനഃസംഘടനയും സംസ്ഥാനങ്ങളിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അടക്കം യോഗത്തിൽ ചർച്ചയാകും. നിയമസഭയിൽ ഇന്ന് അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കും. ആ ചടങ്ങ് മാത്രമായിരിക്കും നടപടി മാത്രമായിരിക്കും നടക്കുക. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചന പ്രസംഗം നടത്തും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നാളെ മുതലാണ് നടക്കുക. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുഖ്യാതിഥിയായി എത്തിയ നടൻ മോഹൻലാലിന് സമ്മാനം നൽകിയ തൃശൂർ സ്വദേശി MG നാരായൺ വൈറലായിരിക്കുകയാണ്. മോഹൻലാലിൻ്റെയും അമ്മയുടെയും രൂപമാണ് നാരായൺ സമ്മാനിച്ചത്. കാണാം MG നാരായണൻ്റെ വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ താണിക്കുടത്തുള്ള നാരായണേട്ടൻ്റെ വീട്ടിലാണ്. MG നാരായണൻ എന്ന ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ. ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടു കൂടി അദ്ദേഹം വൈറലായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ഇവിടെ എത്തിയ ശേഷം അദ്ദേഹത്തിന് നാരായണേട്ടൻ ഒരു സമ്മാനം നൽകി. ആ സമ്മാനം നൽകിയതിന് ശേഷം സമൂഹ മാധ്യമങ്ങളടക്കം നാരായണേട്ടൻ ഇപ്പോൾ വൈറലാണ്. എന്ത് സമ്മാനമാണ് നൽകിയത്, ആ സമ്മാനം നൽകിയപ്പോൾ മോഹൻലാൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയണം. അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് നൽകിയത്, അത് നൽകിയപ്പോൾ മോഹൻലാൽ പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന് ആദ്യമായിട്ട് നൽകിയത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചിത്രം മുട്ടത്തോടിൽ വരച്ച് ഒരു ബൾബിനകത്താക്കി അതൊരു ചെടിയും പൂവും ആ പൂവിനകത്ത് സ്ഥാപിച്ച് അതാണ് അദ്ദേഹത്തിന് ആദ്യം കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞു. വലിയൊരു ഭാഗ്യം. രണ്ടാമതായിട്ട് കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ കുപ്പിക്കകത്താക്കിയ ശില്പം. അപ്പോൾ പറഞ്ഞത് എന്നെ കുപ്പിയിലാക്കിയല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഞാനിത് മുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വലിയ ഭാഗ്യമായി ഇത് കൊടുക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും മോഹൻലാലിൻ്റെ, നടൻ മോഹൻലാലിൻ്റെ തന്നെ അമ്മയുടെ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. മുട്ടത്തോടിലാണ് ആ ഒരു രൂപം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് മരത്തിൽ ഉണ്ടാക്കിയ ഒരു പൂവ്, മുട്ടത്തോടിൽ തന്നെയാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത്. ഒരു ബൾബിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് ആ പൂവിൻ്റെ നടുവിൽ അതിനെ പിടിപ്പിച്ചിരിക്കുകയാണ്.
ഇത് ആദ്യം ഞാൻ വരച്ചതാണ്. അപ്പോൾ അന്ന് വരച്ചപ്പോൾ അത് നമ്മളൊരു ചിത്രം ചെയ്യുമ്പോൾ എപ്പോഴും പുതിയ, അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രായത്തിനനുസരിച്ചുള്ളൊരു ചിത്രമാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷേ ഈ ചിത്രം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് കുറേ അധികം പ്രായമുള്ളതും അദ്ദേഹത്തിൻ്റെ കുറച്ച് ആവശ്യമായ ഒരു ഭാവത്തിലുള്ളൊരു ചിത്രമായിരുന്നു. അപ്പോൾ ഇത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. രണ്ടാമതാണ് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ആ ചിത്രം ചെയ്തത്. രണ്ട് ചിത്രങ്ങളാണ്, ഒന്ന് മോഹൻലാലിൻ്റെയും ഒന്ന് അമ്മയുടെയും. ഈ രണ്ടും ആണ് കൊടുത്തത്. ഈ കലോത്സവ വേദിയിൽ നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ കണ്ട കലോത്സവ വേദിയിൽ ഈ മോഹൻലാലിൻ്റെ കൂടെയും ഇത്രയും വലിയ മന്ത്രിമാരടക്കമുള്ള വലിയ വ്യക്തികളുടെ കൂടെയൊക്കെ എത്തി ആ സ്റ്റേജിൽ നിന്നും ഇത് കൈമാറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ സന്നിധിയിൽ കുചേലൻ ചെന്ന ആ പ്രതീതിയാണ് ഉണ്ടായത്. പറയുകയാണെങ്കിൽ ഒരു സിനിമ നന്ദനത്തിൽ നവ്യ നായരുടെ കഥാപാത്രം പറയുന്നു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തെ കണ്ടുവോ കണ്ടില്ല, അതാണ് എൻ്റെ അനുഭവം. ആ പ്രൊഫൈലെല്ലാം മങ്ങിപ്പോയി എന്ന് വേണം പറയാം. യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ വേറെ ഒരുപാട് സാധനങ്ങൾ നാരായണേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര വർഷമായി ശരിക്കും ഇത് തുടങ്ങിയിട്ട്, ഈ ഒരു നിർമ്മാണങ്ങൾ തുടങ്ങിയിട്ട് ഒരു 10-35 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതിനു മുന്നേ ഒരു 50 വർഷത്തോളമായി ചിത്രരചനയുടെ ലോകത്തുണ്ടായിട്ട്. ഈ ഇങ്ങനെയുള്ള സൃഷ്ടികൾ ഏതാണ്ട് ഒരു 35 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഓരോന്ന് മനസ്സിൽ വരുമ്പോൾ അത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. ഒരു സൃഷ്ടി കഴിഞ്ഞതിന് ശേഷമേ അടുത്തൊരു സൃഷ്ടിയിലേക്ക് പോകുകയുള്ളൂ. പ്രധാനമായും ഈ മുട്ടത്തോട്, അതുപോലെ ചിരട്ട, മരത്തടികൾ, ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു രൂപങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അത് എന്ത് മാധ്യമം ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയാണ്. ഇപ്പോൾ ഇന്ന ഒരു വസ്തു കൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം എങ്ങനെ എന്നുള്ളത് ഉത്തരവുണ്ടാവില്ല. പിന്നീട് അതിന് തയ്യാറാകുമ്പോൾ അതിൻ്റെ വഴികളൊക്കെ താനേ വന്നുപെടുകയാണുള്ളത്. ഇവിടെ ചില മണികൾ, അതുപോലെ തന്നെ ചില രൂപങ്ങൾ ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതൊക്കെ നാരായണേട്ടൻ്റെ നിർമ്മിതികളാണ്. ശരിക്കും ഇപ്പോഴും ഈ നിർമ്മാണ പ്രവർത്തികളുണ്ടല്ലോ, അപ്പോൾ ഈ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു വർക്ക് എന്ന് പറയാൻ എന്താണ് ഉണ്ടാവുക? വലിയ വർക്കെന്ന് പറയുന്നത് ചുമർ ചിത്രമാണ്. 8/4 ചെയ്ത ഒരു അനന്തസേന ചിത്രം. 52 കഥാപാത്രങ്ങളുള്ള സന്താനഗോപാലൻ എന്ന ചിത്രത്തെ കഥയെ അടിസ്ഥാനമാക്കി ചെയ്ത ഒരു ചിത്രമാണ്. പിന്നെ മരത്തിൽ ചെയ്തത് 4 അടി വ്യാസത്തിലുള്ള മഹാലക്ഷ്മിയുടെ ഒരു ശില്പമുണ്ട്. ഒരു വിരിഞ്ഞ താമരപ്പൂവിൽ മഹാലക്ഷ്മി, 4 കൈകളോടുകൂടിയ മഹാലക്ഷ്മി ഇരിക്കുന്നതായിട്ടുള്ളൊരു ശില്പം നിലവിലുണ്ട്. എന്തായാലും നാരായണേട്ടൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുകയാണ്. ആളുകളുടെ ഒരു ചോദ്യം, ആരാണ് ആ വ്യക്തി? മോഹൻലാലിന് ആ ഒരു സമ്മാനം കൈമാറിയ ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കൗതുകത്തോടെയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ താണിക്കുടത്ത് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി മോഹൻലാലിനെ പോലുള്ള വലിയ ആളുകൾക്കൊക്കെ സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. തീർച്ചയായും എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കലാകാരന്മാർ ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക കരസ്പർശം ഏറ്റവരാണെന്ന് പറയാതിരിക്കാനാകുന്നില്ല. ചെട്ടികുളങ്ങര അമ്മ സനാതന ധർമ്മ പുരസ്കാരം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമർപ്പിച്ചു. സനാതന ധർമ്മ മൂല്യങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ അമ്മ നൽകുന്ന അതുല്യമായ ആത്മീയ സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായ സപ്താഹ ജ്ഞാന യജ്ഞവേദിയിലാണ് അമ്മയ്ക്കായി പുരസ്കാരം സമർപ്പിച്ചത്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സനാതനധർമ്മ സേവാ സംഘത്തിന്റെ 65ാമത് സപ്താഹ ജ്ഞാന യജ്ഞവാർഷികവും മകരഭരണി മഹോത്സവം ഉദ്ഘാടനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിച്ചു. 16ാമത് ചെട്ടികുളങ്ങര അമ്മ സനാതനധർമ്മ പുരസ്കാരം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമർപ്പിച്ചു. അമ്മയ്ക്ക് വേണ്ടി മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. പൂർണ്ണകുംഭം നൽകിയാണ് സനാതനധർമ്മ സേവാ സംഘം ഭാരവാഹികൾ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയെ സ്വീകരിച്ചത്.
അമ്മ തന്റെ ജീവിതം കൊണ്ട് മനുഷ്യർക്ക് സാന്ത്വനം കൊടുക്കുന്നത് പോലെ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണെന്നും അമ്മയുടെ ജീവിതവും വ്യക്തിത്വവും പ്രചോദനമാകട്ടെയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. മാതൃഭാവത്തിന് ഉദാത്തവും ഉദാരവുമായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് നിന്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ പുറത്ത് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ചെവിയിൽ അമ്മ മന്ത്രിക്കുമ്പോൾ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന വിസ്മയകരമായിട്ടുള്ള പരിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ അമൃതപുരിയിൽ നമുക്ക് നമ്മുടെ അടുത്ത് ജീവിക്കുന്ന അമ്മ എന്ന് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഈ ലോകം ഒരു കുടുംബമായി മാറണം എന്നതാണ് അമ്മയുടെ സ്വപ്നമെന്ന് നന്ദി പ്രഭാഷണത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ലോകത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാതൃഭാവത്തിൽ മാത്രമേ ആ ത്യാഗഭാവം ഉണ്ടാവുകയുള്ളൂ. മാതൃഭാവത്തിൻ്റെ ശക്തി എത്രയാണെന്ന് അമ്മ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഭക്തിയും ജ്ഞാനവും ഒത്തുചേർന്ന വേദിയിൽ സ്വാമി ഉദിത് ചൈതന്യ, ചെട്ടികുളങ്ങര ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സന്നിഹിതരായിരുന്നു. നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. ആത്മീയതയുടെ നിറവിലാണ് തിരുനാവായ. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം അക്ഷരാർത്ഥത്തിൽ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തെ ഭക്തിയിലാഴ്ത്തി. കേരളത്തിൽ പുതുമയുള്ള കുംഭമേള കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമഭൂമിയായ തിരുനാവായ മഹാമാഘ ഉത്സവത്തിന് വേദിയായതോടെ ആയിരങ്ങളാണ് ഓരോ ദിനവും ഇവിടെ എത്തുന്നത്. ഉത്സവനാളിൽ സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ വേളയിൽ നിളയിൽ സ്നാനം ചെയ്യുന്നതും നിള ആരതിയിൽ പങ്കെടുക്കുന്നതും ഭക്തർക്ക് പുണ്യമാണ്. ഇതുവരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളകൾ TV-യിലൂടെ മാത്രം കണ്ടറിഞ്ഞവർ കുംഭമേളയുടെ ആത്മീയത തിരുനാവായയിലെത്തി നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ കുംഭമേളയിൽ കാണാൻ പറ്റുന്നത്. പുതുതർപ്പണത്തിന് മാത്രമേ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളൂ. ഇപ്പം കുംഭമേള കേട്ടറിഞ്ഞ് വന്നാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതിനുള്ള ഇത്രയും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ തപസ്സിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ എത്തിയത് തന്നെ മഹാഭാഗ്യം. കുംഭമേള തുടങ്ങി ഓരോ ദിനം കഴിയുന്തോറും മേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണെന്ന് സംഘാടകർ പറയുന്നു. ഭൂതപൂർവമായ തിരക്കാണ്. ഇപ്പോൾ ഓരോ ദിവസവും നാടിൻ്റെ നാനാ ഭാഗത്തുനിന്നും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. സാധാരണ നമ്മൾ രാവിലെ 5 മണിക്ക് തുറന്ന് സാധാരണ ദിവസങ്ങളിൽ 11 മണി വരെയാണ് നമ്മൾ ക്ഷേത്രത്തിന് സമയം. അതിപ്പോൾ 12 മണി ആയാലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ മുതൽക്ക് തുടങ്ങുന്ന ക്യൂ. ഇപ്പോൾ അമാവാസി അന്ന് ഏകദേശം 1.5-2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ആൾക്കാരെ ഭാഗത്തേക്ക് കയറിയിരുന്നത്. കാഷായധാരികളായ സന്യാസിമാരുടെ സാന്നിധ്യവും മന്ത്രോച്ചാരണങ്ങളും ശംഖുനാദവും ഉയരുന്ന നിളാതീരവും കേരളത്തെ ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയാണ്. കുംഭമേളയുടെ ആദ്യ ദിനങ്ങളിൽ കേരളത്തിനകത്തു നിന്നുള്ളവരാണ് കൂടുതലായി തിരുനാവായയിൽ എത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടി എത്തുന്നതോടെ വൻ തിരക്ക് നിളാതീരത്ത് അനുഭവപ്പെടും. തിരുനാവായയിൽ നിന്നും TK അരവിന്ദൻ, അമൃത ന്യൂസ്. വിപണി വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. കഴിഞ്ഞ ദിവസം വിപണിയിൽ വലിയ തിരിച്ചടി, വൻ തകർച്ച നേരിട്ട ദിവസമായിരുന്നു. എങ്ങനെയായിരിക്കും ഇന്നത്തെ വിപണിയിലെ നീക്കങ്ങളൊക്കെ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസം വലിയൊരു നഷ്ടമായിരുന്നു വിപണിയിലുണ്ടായത്. ഇന്നലെ മുൻനിര ഓഹരി സൂചികളിലും രണ്ടാന്തര ഓഹരി സൂചികളിലും സമാനമായ രീതിയിൽ വലിയൊരു വിൽപ്പന പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും വിപണി വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയേക്കുമെന്നുള്ള രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും അടിസ്ഥാന നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടായിരുന്നു വിപണിയിലെ നഷ്ടം. മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റി 25,200 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും വിപണിയിൽ കൂടുതൽ വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ വിപണിയിൽ തന്നെയാണ്. രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡിലേക്ക് നീങ്ങി. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ 91 എന്ന നിലവാരത്തിന് അപ്പുറത്തേക്ക് രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യമുണ്ടായി. ആഗോള ഘടകങ്ങൾ വിപണിക്ക് പലപ്പോഴും പ്രതികൂലമായി നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ചും US ഭാഗത്തു നിന്നുമുള്ള താരിഫ് ഭീഷണി, പല രാജ്യങ്ങൾക്ക് മേലുള്ള താരിഫ് ഭീഷണി, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, ഇതെല്ലാം ആഗോള തലത്തിൽ വിപണിയെ സ്വാധീനിക്കുമ്പോൾ ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ടത്ര വിപണിയെ പ്രോത്സാഹിപ്പിക്കാനായില്ല. പുറത്തു വന്ന പ്രവർത്തന ഫലങ്ങൾ പലതും അത്ര മികച്ചതല്ലെങ്കിൽ കൂടിയും ചില കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണി പ്രതീക്ഷയിലും താഴേക്ക് നീങ്ങിയതും എല്ലാമാണ് വിപണിയിലെ ഇപ്പോഴത്തെ ഒരു സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വൻതോതിലുള്ള വിൽപ്പനയും വിപണിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കെ വരും ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാം. നിലവിലെ സാഹചര്യത്തിൽ 25,000 എന്ന നിലവാരമാണ് ഇനി ഒരു അടിസ്ഥാന നിലവാരമായി
കണക്കാക്കപ്പെടുന്നത്. നിഫ്റ്റിയുടെ ആ ഒരു നിലവാരം ഭേദിക്കുകയാണെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. ഇനി വിപണിയുടെ പ്രതീക്ഷ ബജറ്റ് മാത്രമാണ്. ഫെബ്രുവരി 1 ബജറ്റിൽ ഏതെങ്കിലും തരത്തിൽ വിപണിക്ക് പ്രോത്സാഹനപരമായ ഘടകങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇനി വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ളൂ. മറിച്ചാണെങ്കിൽ ആ ഒരു ഘട്ടം വരെ വിൽപ്പന സമ്പാദനം തുടരാനുള്ള സാധ്യത. ഇന്നലെ വലിയൊരു വിൽപ്പനയിലായതുകൊണ്ട് തന്നെ ഇന്ന് ആ നിലവാരത്തിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ കുറഞ്ഞ നിലവാരത്തിൽ ചെറുകിട നിക്ഷേപകർ ഒരു നിക്ഷേപ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അത് വിപണിയിലൊരു നേട്ടത്തിലേക്ക് നീങ്ങിയേക്കാം. മറിച്ചാണെങ്കിൽ ആഗോള സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിൽ ഇന്നും വിപണിയിൽ വിൽപ്പന സമൃദ്ധമായിരിക്കും. ധനകാര്യോഹരി വിദഗ്ധൻ കെ ദിലീപാണ് വിപണി വിലയിരുത്തലുമായി ചേർന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്കാണ്. നാളെ മുതൽ സമരം ആരംഭിക്കുമെന്ന് KGMCT ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കും. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇനിയും വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം. വ്യാഴാഴ്ച മുതൽ ഡോക്ടർമാർ അനിശ്ചിതകാലത്തേക്ക് സമരം തുടങ്ങുന്നതോടെ അടിയന്തര ചികിത്സ ഒഴികെയുള്ളവ മുടങ്ങും. മെഡിക്കൽ കോളേജിലെ അധ്യാപനവും തുടർന്ന് അടിയന്തരമല്ലാത്ത ചികിത്സകളും നിർത്തിവെക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജനുവരി 27 സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും. അവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശികകൾ നൽകുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2025 ജൂലൈ 1 മുതൽ KGMCTA പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്. ജനുവരി 13 മുതൽ അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ജനുവരി 12 തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും ധനമന്ത്രി KN ബാലഗോപാലിന്റെയും നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു. പ്രവേശന തസ്തികയിലുണ്ടായ ശമ്പളക്കുറവ് പരിഹരിക്കാമെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് പരിഗണിക്കാമെന്നും യോഗത്തിൽ തീരുമാനമായതോടെ അന്ന് സമരം പിൻവലിച്ചിരുന്നു. സർക്കാരിന്റെ ഉറപ്പ് പൂർണ്ണമായും നടപ്പിലാകാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരൻ നിരപരാധി എന്ന താരസംഘടനയായ അമ്മ വിലയിരുത്തുകയാണ്. നടിമാരുടെ മൊഴിയടങ്ങുന്ന മെമ്മറി കാർഡ് അന്തരിച്ച നടി KPC ലളിതയുടെ പക്കലെന്നും മൊഴി ലഭിച്ചിരിക്കുന്നു. അമ്മയുടെ ആഭ്യന്തര സമിതി അന്വേഷിച്ച റിപ്പോർട്ട് ഭരണസമിതിക്ക് കൈമാറി. അതേസമയം നടൻ ദിലീപ് നിലവിൽ അമ്മയിൽ അംഗമല്ലെന്നും അപേക്ഷ നൽകിയാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അറിയിച്ചു. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണം പൂർത്തിയാക്കി ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചതായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ അറിയിച്ചു. കാണാതായ മെമ്മറി കാർഡ് അന്തരിച്ച നടി KPC ലളിതയുടെ പക്കലുണ്ടെന്നാണ് മൊഴിയെടുപ്പിൽ വ്യക്തമായത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനാണ് മൊഴിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പരാതിക്കാരായ 11 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 35 പേജുള്ള റിപ്പോർട്ട് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുമെന്നും അമ്മ ഭാരവാഹികൾ പറഞ്ഞു. റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ KPC ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളിടത്താണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ്. KPC ലളിത ചേച്ചി നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അത് എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് അത് KPC ലളിത ചേച്ചിയുടെ അടുത്തുണ്ട്. അവരത് പറഞ്ഞ കാര്യം ഒരു സാക്ഷ്യപ്പെടുത്തി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് നിയമപരമായി മുന്നോട്ടു പോകാമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. സംഘടനയുടെ പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ദൗത്യമായിരുന്നു മെമ്മറി കാർഡ് വിവാദത്തിലെ അന്വേഷണം. നമ്മുടെ ഇലക്ഷനിൽ ഏറ്റവും ജാസ്തി ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഭാരവാഹിത്വം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ആദ്യത്തെ ഡ്യൂട്ടിയാണ് അത്. ഇതാ ഇവിടെ കഴിഞ്ഞു. തങ്ങളുടെ ദുരനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടെന്നാരോപിച്ച് നടിമാരിൽ ചിലർ രംഗത്തെത്തിയിരുന്നു. കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിലായിരുന്നു സിനിമാ മേഖലയിലെ ദുരനുഭവം നേരിട്ട നടിമാരുടെ വിവരണങ്ങൾ ശേഖരിച്ചത്. വിഷയത്തിൽ കുക്കു പരമേശ്വരൻ മറുപടി നൽകണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് സംഘടനയിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതിന് പിന്നാലെ 5 അംഗ കമ്മീഷൻ രൂപീകരിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം നടൻ ദിലീപ് നിലവിൽ അമ്മയിൽ അംഗമല്ലെന്നും അപേക്ഷ നൽകിയാൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞു. അമ്മയുടെ മെമ്പറല്ല, മെമ്പർഷിപ്പിന് അപേക്ഷിക്കട്ടെ, നമ്മൾ ആലോചിക്കാം. അമ്മയുടെ മെമ്പർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ലെറ്റർ തരണം. അമൃത ന്യൂസ്, കൊച്ചി.
വള്ളത്തിലുള്ള യാത്രാനുഭവവും കുട്ടവഞ്ചിയുടെ സാഹസികതയും ഒക്കെ അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുകയാണ് കോട്ടയം കടനാട് പഞ്ചായത്തിലെ കുട്ടവഞ്ചി ജലോത്സവം. മൈന ഇറിഗേഷൻ വകുപ്പിന്റെ കടനാട് ചെക്ക് ഡാമിലാണ് ജലോത്സവം ഒരുക്കിയത്. പ്രാദേശികമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വലിയ ജനകീയ പങ്കാളിത്തമാണ് ഉണ്ടായത്. പാല കടനാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും പൂതക്കുഴി കുടിവെള്ള പദ്ധതിയുടെയും നേതൃത്വത്തിൽ പള്ളിക്ക് എതിർവശത്തുള്ള തോട്ടിൽ ജലോത്സവം ഒരുക്കിയത്. മുൻകാലങ്ങളിലും നടത്തിയിരുന്ന ജലമേളയിലെ വലിയ ജനപിന്തുണയാണ് ഇത്തവണയും വള്ളങ്ങളും കുട്ടവഞ്ചിയും ഒക്കെ എത്തിക്കാൻ കാരണം. കയാക്കിംഗ്, പെഡൽ ബോട്ട് എന്നിവയും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഈ വള്ളം ഇവിടെ ഇറക്കുകയുണ്ടായി. അത് വൻ വിജയമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ വർഷവും ഇത് തുടരുന്നതിന് വേണ്ടി പഞ്ചായത്തും കുടിവെള്ള പദ്ധതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ വന്ന് പങ്കെടുക്കുകയും വൻ വിജയമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലാ മേഖലയിൽ ഇപ്പോൾ അന്യമായ വള്ളസവാരിയും കൊട്ടവഞ്ചിയിലെ യാത്രയും ആസ്വദിക്കാൻ പ്രദേശവാസികൾ മാത്രമല്ല ദൂരദേശത്തു നിന്നുവരെ ആളുകളെത്തി. ചെറിയ ടിക്കറ്റ് നിരക്കിൽ വള്ളം യാത്ര ആസ്വദിക്കാമെന്നതായിരുന്നു പ്രധാന ആകർഷണം. ഓരോ ദിവസവും ആൾക്കാർ വളരെ ആവേശത്തോടു കൂടി ഈ കുട്ടവഞ്ചിയിൽ കയറാൻ കടന്നു വരുമ്പോൾ അത് ഞങ്ങളിലും വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. 6 അടിയോളം ഉയരമുള്ള ചെക്ക് ഡാമിൽ മണൽച്ചാക്കുകൾ നിറച്ച് ജലനിരപ്പ് ഉയർത്തിയാണ് ജലോത്സവത്തിനായി വെള്ളം സംഭരിച്ചത്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ചേർന്ന് ഇത് സ്ഥിരം വിനോദകേന്ദ്രമാക്കി മാറ്റാനുള്ള ചർച്ചകളും നടന്നു വരികയാണെന്ന് സംഘാടകർ അറിയിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ജലോത്സവത്തിന് തിങ്കളാഴ്ച സമാപനമായി. അമൃത ന്യൂസ്, കോട്ടയം. പ്രശസ്ത ചമയ കലാകാരൻ പട്ടണം റഷീദ് സംവിധാനം ചെയ്ത നാടകം MT മലയാളത്തിൻ്റെ 2 അക്ഷരം ജനുവരി 24-ന് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ അരങ്ങേറും. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MTക്കുള്ള ആദരവായാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ 1ാം വാർഷിക വേളയിൽ നാടകം അരങ്ങിലെത്തുന്നത്. തൻ്റെ കഥാപാത്രങ്ങളിലൂടെ, കഥാസന്ദർഭങ്ങളിലൂടെ, സൗഹൃദങ്ങളിലൂടെ, പ്രദേശങ്ങളിലൂടെയൊക്കെയുള്ള MTയുടെ പുനർയാത്രയാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. തിരക്കഥാകൃത്തായ ബിനുലാൽ ഉണ്ണിയുടേതാണ് നാടകരചന. ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രീജിത്ത് രമണനാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകുന്നു. ഏലൂർ കാഴ്ച നാടക സംഘമാണ് നാടകം അവതരിപ്പിക്കുന്നത്. ബാധ്യതകളുടെ പേരിൽ ഉടമസ്ഥന്റെ വസ്തുവകകൾ ജപ്തി ചെയ്തപ്പോൾ വഴിയാധാരമായി ഒരു വ്യാപാരി. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം 2018 മുതൽ ബേക്കറി നടത്തിവരികയായിരുന്ന തുറവൂർ സ്വദേശി ഉബൈദാണ് ബാങ്ക് നടപടികളിൽ പെരുവഴിയിലായത്. ഉബൈദിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടം ഉൾപ്പെടുന്ന ഭാഗം കഴിഞ്ഞ ദിവസം രാവിലെയാണ് സ്വകാര്യ ബാങ്ക് ജീവനക്കാരെത്തി ജപ്തി ചെയ്തത്. സ്ഥാപനം നിലനിൽക്കുന്ന ഭാഗവും ജപ്തിയിൽ ഉൾപ്പെടുമെന്ന് ഉബൈദിന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല. പതിവ് പോലെ രാവിലെ കട തുറന്നെങ്കിലും അധികം വൈകാതെ ബാങ്ക് ജീവനക്കാരെത്തി നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. മുറിയിലെ ഇന്റീരിയർ വർക്കുകൾ മുതൽ സാധന സാമഗ്രികൾ വരെ നീക്കം ചെയ്യുന്നതിന് ഉബൈദ് സമയം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അനുവദിച്ചില്ല. പല ഡീലർമാരിൽ നിന്നും കടം വാങ്ങി വെച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കടയ്ക്കുള്ളിലാണെന്ന് ഉബൈദ് പറയുന്നു. ഓണറുടെ ഈ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതിലുള്ള ഇന്റീരിയർ വർക്ക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് വയർ, ഇലക്ട്രിക് വർക്കുകൾ, മറ്റുള്ള വർക്ക്സ് കംപ്ലീറ്റ് നമ്മുടെ ഇതിലുള്ളതാണ്. ഇതെല്ലാം ഒരു സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് അഴിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നതല്ലല്ലോ. നമ്മൾ അതിനു വേണ്ടി കുറച്ച് സാവകാശം ചോദിച്ചിട്ട് സാവകാശം പോലും നമുക്ക് ലഭിച്ചില്ല. ഭാര്യയും 3 കുട്ടികളും വൃദ്ധമാതാവും അടങ്ങുന്ന കുടുംബം ഉബൈദിന്റെ വരുമാനത്തിലാണ് കഴിയുന്നത്. കടപൂട്ടുകയും സാധനങ്ങൾ മാറ്റാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെ കുടുംബം പ്രതിസന്ധിയിലാണ്. തന്റെ സാധനങ്ങൾ മാറ്റുന്നതിനായി മുറി തുറന്നു നൽകുന്നതിന് പോലീസ് സഹായം ആവശ്യപ്പെടുകയാണ് ഉബൈദ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരള കോൺഗ്രസ് എം ജില്ലാതല സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കും. LDF മധ്യമേഖല ജാഥ സംബന്ധിച്ച ആലോചനയാണ് പ്രധാന അജണ്ട. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, വിവരങ്ങൾ. സ്വപ്ന, ഈ അടുത്ത മാസം നടക്കുന്ന LDFന്റെ മധ്യമേഖല ജാഥ സംബന്ധിച്ച ആലോചനയ്ക്കായാണ്, പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലെ നടത്തിപ്പ് സംബന്ധിച്ച ആലോചനയ്ക്കായാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത്. ജോസ് കെ മാണി MP യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് കോഫി ആയിരിക്കും അധ്യക്ഷൻ. LDFന്റെ മധ്യമേഖല ജാഥയുടെ കാര്യത്തിനൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ജില്ലയിലെ ഒരു അവലോകനവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് സൂചനയുണ്ടാകുന്നത്.
ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നു. LDFന്റെ ഒരു യോഗം കേരള കോൺഗ്രസ് എം ഓഫീസിൽ ചേർന്നിരുന്നു. അതിൽ LDFിലെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഘടകകക്ഷികളെല്ലാം പങ്കെടുത്തിരുന്നു. അന്ന് ഇത് സംബന്ധിച്ച ആലോചനകൾ നടന്നിരുന്നു. ഈ മധ്യമേഖലാ ജാഥയിൽ ക്യാപ്റ്റനായി ഉള്ളത് കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി MP തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയം ജില്ലയിലും അതോടൊപ്പം പത്തനംതിട്ട അടക്കമുള്ള മധ്യ കേരളത്തിൽ വരുന്ന ജില്ലകളിലെ നടത്തിപ്പ് സംബന്ധിച്ചൊക്കെ ആലോചനകൾ അന്ന് നടന്നിരുന്നു. അതോടൊപ്പം ഇന്ന് കൂടുതൽ വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായാണ് ജോസ് കെ മാണി MPയുടെ സാന്നിധ്യത്തിൽ ഇന്ന് വീണ്ടും ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഇതിൽ അതോടൊപ്പം കഴിഞ്ഞ ദിവസം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സംസ്ഥാനതലത്തിലുള്ള തെരഞ്ഞെടുപ്പ് അവലോകനം നടന്നിരുന്നെങ്കിൽ ഇന്ന് കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു അവലോകനം കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ നിലവിൽ 5 സീറ്റിലാണ് കേരള കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ എത്ര സീറ്റുകൾ, ഏതൊക്കെ സീറ്റുകൾ എന്നുള്ള കാര്യത്തിലും ആരൊക്കെ മത്സരിക്കണമെന്നുള്ള കാര്യവും ഒരുപക്ഷെ ചർച്ചയിൽ വന്നേക്കുമെന്നും സൂചനകളുണ്ട്. ഏതായാലും ഉച്ചകഴിഞ്ഞ് 2:30 ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത്. അതിനുശേഷം ഇന്ന് ഈ മധ്യമേഖലാ ജാഥയുടെ ഒരു ജില്ലാതല സംഘാടക സമിതി രൂപീകരണം ഇതിനുശേഷം LDFന്റെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന്, അതായത് കേരള കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും നടക്കുന്നുണ്ട്. ഏതായാലും മധ്യമേഖലാ ജാഥ, LDFന്റെ മധ്യമേഖലാ ജാഥ LDFന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ നേരിട്ട് കണ്ട് സംവദിക്കുന്നതിന് വേണ്ടിയുള്ള ഈ LDFന്റെ മധ്യമേഖലാ ജാഥയുടെ നടത്തിപ്പ് തന്നെയാണ് ഇന്ന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രധാന അജണ്ടയായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്വപ്ന. കേരള കോൺഗ്രസ് എം ജില്ലാതല സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കും. ജോസ് കെ മാണി യോഗത്തിൽ പങ്കെടുക്കും. ഇനി നിയമസഭയിലെ ഇന്നത്തെ നടപടികൾ എന്തൊക്കെയെന്നറിയാം. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ഇന്നിപ്പോൾ അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് നിയമസഭ അന്തിമോപചാരം അർപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ലല്ലോ. നാളെ മുതൽക്കല്ലേ ഈ നയപ്രഖ്യാപനത്തിലുള്ള ചർച്ചകളടക്കം നടക്കുക? സ്വപ്ന, തീർച്ചയായും ഇന്നലെ നയപ്രഖ്യാപനത്തോടുകൂടി നിയമസഭാ സമ്മേളനത്തിന്, പിണറായി സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരുന്നു. ഇന്നലെ നയപ്രഖ്യാപനം തുടങ്ങിയപ്പോൾ തന്നെ അതും വിവാദത്തിൽ തന്നെയാണ് അവസാനിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപനം വായിക്കാതെ പോയതും പിന്നീട് മുഖ്യമന്ത്രി അത് സഭയിൽ അസാധാരണമായ രീതിയിൽ മുഖ്യമന്ത്രി തന്നെ സഭയിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗം വായിക്കുകയൊക്കെ ചെയ്തൊരു നടപടിയിലേക്ക് നീങ്ങി. ഇന്ന് എന്തായാലും നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് കാനത്തിൽ ജമീല അന്തരിച്ച അംഗത്തിന് ചരമോപചാരം ചൊല്ലി ഇന്ന് സഭ പിരിയുന്നു. മറ്റു നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും സഭയില്ല. പക്ഷെ നാളെ മുതൽ സഭ, അതായത് നയപ്രഖ്യാപനത്തിന്മേലും നന്ദി പ്രമേയ ചർച്ചയാണ് 3 ദിവസം. ആ നന്ദി പ്രമേയ ചർച്ചയിൽ വലിയ രീതിയിലുള്ള നടക്കുമ്പോൾ, കാരണം നാളെ മുതൽ തന്നെ അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള സെഷനുകളിലേക്കൊക്കെ ആരംഭിക്കുകയാണ് നിയമസഭ. വളരെ കൃത്യമായി തന്നെ, അതായത് ഭരണപക്ഷത്തെ എങ്ങനെ നേരിടാമെന്ന വളരെ കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് മുഖ്യ ആയുധം. ശബരിമല സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം തന്നെ വർഗീയ പ്രസ്താവനകൾ നടത്തുന്നു. AK ബാലന് ശേഷം സജി ചെറിയാന്റെ വർഗീയ പ്രസ്താവനകൾ CPM തടയാനോ തിരുത്താനോ ശ്രമിക്കുന്നില്ല. ഇതടക്കം ഈ 2 വിഷയങ്ങൾ ഉയർത്തിയാണ് ഏറ്റവും അധികം ഈ വിഷയങ്ങൾ ഉയർത്തിയാകും സഭ ഈ ഒരു മാസക്കാലം പ്രക്ഷുബ്ധമാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളും ഹൈക്കോടതിയുടെ പരാമർശങ്ങളും അന്വേഷണം, EDയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം മറുഭാഗത്ത് നിൽക്കുന്നു. ഓരോ തവണയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതൊക്കെ തന്നെയും CPMന്റെ ഉന്നതത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതും, കടകംപള്ളി സുരേന്ദ്രൻ എന്റെ അറസ്റ്റിന് വേണ്ടി മുറവിളി കിട്ടുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ സഭയിലുണ്ട്. അദ്ദേഹം എങ്ങനെയാകും അതിനെ മറുപടി സഭയിൽ പറയുക, മുഖ്യമന്ത്രി എങ്ങനെയാകും പ്രതിരോധിക്കുക? ഈ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഈ വിഷയം തീരുകയില്ല. ഓരോ സെഷനിലും ഒരുപക്ഷെ അടിയന്തര പ്രമേയത്തിന് അപ്പുറത്തേക്ക് സബ്മിഷൻ നന്ദി പ്രമേയ ചർച്ചകളിലൊക്കെ തന്നെ അംഗങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഈ സഭാ കാലയളവിലുടനീളം ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു വജ്രായുധം തന്നെയായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ വർഗീയ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന്റെ നിലപാടുകളൊക്കെ സജി ചെറിയാന്റെ സാന്നിധ്യത്തിലാണ്. ഇപ്പോഴും സജി ചെറിയാൻ മന്ത്രിയായിരിക്കാൻ യോഗ്യതയുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് തന്നെയായിരിക്കും നിയമസഭ സാക്ഷ്യം വഹിക്കുക. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് ഇന്നിപ്പോൾ നിയമസഭ അന്തിമോപചാരം അർപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ മുതൽക്കാണ് നടക്കുക. കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി അനൂപ്
നീലീശ്വരം ചേരുകയാണ്. അനൂപ്, നമുക്കറിയാം ഈ ദേശീയപാതയിൽ കുമ്പള അരിക്കാടിലെ ടോൾ പിരിവിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ സമരം നടന്നു വരികയാണ്. MLA-യുടെ നേതൃത്വത്തിലടക്കം, മഞ്ചേശ്വരം MLA-യുടെ നേതൃത്വത്തിലടക്കം. ഇതിപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഈ സമരസമിതി എന്തായിരിക്കും പ്രധാനമായും ഉന്നയിക്കുന്ന വാദം? സ്വപ്ന, ഇവിടെ താൽക്കാലിക ടോൾ പ്ലാസ സ്ഥാപിക്കാനുള്ള അധികൃതരുടെ തീരുമാനം NHA മുന്നോട്ട് വന്ന സമയത്ത് തന്നെ ഇതിനെതിരെ സമരങ്ങൾ ഉയർത്തി മഞ്ചേശ്വരം MLA-യും അതുപോലെ തന്നെ ജില്ലയിലെ മറ്റേ MLA-മാർ, കാസർഗോഡ് MLA, ഉദുമ MLA അടക്കം രംഗത്ത് വന്നിരുന്നു. വളരെ ശക്തമായ ജനകീയ സമരമാണ് നടക്കുന്നത്. ആ സമരം നടക്കവേ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ടോൾ പിരിവിനെതിരെ നമുക്കറിയാം, അന്യായമായ ഒരു ടോൾ പിരിവാണ് ഇവിടെ നടക്കുന്നത്. ദേശീയപാതയുടെ നിബന്ധനകൾ പ്രകാരം കേന്ദ്ര ഗതാഗത മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ പ്രകാരം 60 കിലോമീറ്റർ പരിധിയിലാണ് ഓരോ ടോൾ പ്ലാസയും പ്രവർത്തിക്കേണ്ടത്. എന്നാൽ നിലവിൽ ജില്ലാ അതിർത്തിയായ തലപ്പാടിയിൽ ടോൾ പ്ലാസ ഉണ്ടാകവേ 22 കിലോമീറ്റർ അകലെ കുമ്പളയിൽ മറ്റൊരു ടോൾ പ്ലാസ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് പിരിവ് നടത്തുന്നത്. ഇതിനെതിരെയാണ് വലിയ ജനകീയ സമരം നടന്നു വരുന്ന ദിവസങ്ങളായിട്ട്. പല രീതിയിലുള്ള സമരം കണ്ടു. ടോൾ പ്ലാസക്കരികിൽ പന്തൽ കെട്ടിയുള്ള സമരമടക്കം കണ്ടു. പിന്നീട് അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് അടക്കം പോയി അവിടെ ടോൾ ബൂത്ത് തകർക്കുന്ന ഒരു സംഭവം അടക്കം നമ്മൾ കാണുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സമരം അക്രമാസക്തമാകുന്ന ഒരു നിലയിലേക്ക് പോകുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി പിന്നീട് കളക്ടറേറ്റിനടുത്ത് സമരം നടത്തി. കഴിഞ്ഞ ദിവസം മുതൽ കളക്ടറേറ്റ് അരികിൽ MLA ഉൾപ്പെടെയുള്ള കാസർഗോഡ് MLA-യും മഞ്ചേശ്വരം MLA-യും അതുപോലെ തന്നെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അണിനിരന്നുകൊണ്ടുള്ള സമരമാണ് കളക്ടറേറ്റിന് സമീപത്തായി നടത്തിവരുന്നത്. അതിനിടയിലാണ് ഈ നിർണായകമായ ഹർജി പരിഗണിക്കൽ. ഹർജി പരിഗണിക്കുന്നത് നേരത്തെ ഹൈക്കോടതി മാറ്റിവെച്ചിരുന്നു. കോടതിക്ക് മുമ്പിൽ ഹർജി നിലനിൽക്കവെയാണ്, ഈ ടോളുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കവെയാണ് അധികൃതർ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇതോടുകൂടിയാണ് ഇവിടെ കുമ്പള അരിക്കടിയിൽ സമരം ശക്തിപ്പെട്ടു വന്നത്. എന്തായാലും ഇന്ന് കോടതി ഹർജി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ സമരം പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സമരം എങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടെന്ന കാര്യം തീരുമാനിക്കുന്നത്. ഏത് രീതിയിൽ കോടതി ഇതിനെ നോക്കിക്കാണുന്നുവെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. തീർച്ചയായും കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വരും. ദേശീയപാതയിൽ കുമ്പള അരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ വലിയ രീതിയിൽ ദിവസങ്ങളായി ജനകീയ സമരം തുടരുകയാണ്. അനുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. മുള്ളരിങ്ങാട് സ്വദേശി ജോണിയുടെ വീടാണ് തകർന്നത്. വീടിന് മുകളിലേക്ക് കാട്ടാന മരം തള്ളിയിടുകയായിരുന്നു. ജോണിയും ഭാര്യയും വീട്ടിലില്ലാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. ഏകദിന പരമ്പര നഷ്ടപ്പെട്ട ഇന്ത്യൻ ടീമിന് T20 പരമ്പര നിർണായകമാണ്. സഞ്ജു സാംസൺ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണി മുതലാണ് മത്സരം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന പരമ്പരയ്ക്കാണ് ഇന്ത്യയും കിവീസും ഒരുങ്ങുന്നത്. ഈ പരമ്പരയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോകകപ്പിനുള്ള അന്തിമ 11 തീരുമാനിക്കുക. അടുത്ത മാസം 7-നാണ് ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാന T20-യിൽ സഞ്ജു ഓപ്പണറായിരുന്നു. മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ സഞ്ജു തന്നെയായിരിക്കും ലോകകപ്പിലും ഇന്ത്യയുടെ ഓപ്പണർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്ത അഭിഷേക് തന്നെയാകും ലോകകപ്പിലും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതേസമയം ബാറ്റിംഗിൽ ഇന്ത്യക്ക് വലിയ തലവേദനയാകുന്നത് നായകൻ സൂര്യകുമാർ യാദവാണ്. സമീപകാലത്ത് ഏറ്റവും മോശം ഫോമിലാണ് നായകൻ കളിക്കുന്നത്. ലോകകപ്പിന് മുന്നോടിയായി ഫോം വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സൂര്യ. ശ്രേയസ് അയ്യർ ടീമിലുണ്ടെങ്കിലും ഇന്നിറങ്ങാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട്. മിന്നും ഫോമിൽ കളിക്കുന്ന ഹാർദിക് പാണ്ഡ്യ 5-ാം നമ്പറിലെത്തുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ ഏറുകയാണ്. വിജയ് ഹസാരയിൽ തകർപ്പൻ ഫോം പ്രകടിപ്പിച്ച ഹാർദിക്കിന് ഫോം നിലനിർത്താനുള്ള അവസരം കൂടിയാണ് ഈ പരമ്പര. റിങ്കു സിംഗും അക്സർ പട്ടേലും ഇന്നു കളിക്കും. ഹർഷിത് റാണയോ ശിവം ദുബെയോ 8-ാം നമ്പറിലെത്തിയേക്കും. അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി എന്നിവർ ഇന്ത്യയുടെ ബൌളിംഗിന്റെ കുന്തമുനയാകും. സ്പിന്നറെ വേണമെന്ന് തീരുമാനിച്ചാൽ അർഷ്ദീപിന് പകരം കുൽദീപ് ടീമിലെത്തും. മറുവശത്ത് മികച്ച ടീമാണ് കിവീസിന്റേത്. ബൌളിംഗ് ഓൾറൗണ്ടർ മിച്ചൽ ബ്രൈസ്വെൽ പരിക്കിൽ നിന്ന് മോചിതനായി ടീമിലെത്തിയിട്ടുണ്ട്. പരിക്കിലായിരുന്ന ഗ്ലെൻ ഫിലിപ്സും ടീമിൽ മടങ്ങിയെത്തി. ഡെവോൺ കോൺവേ, രജൻ രവീന്ദ്ര, മാർക്ക് ചാപ്മാൻ അടക്കമുള്ള കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് കിവീസിനുള്ളത്. മിച്ചൽ സാൻഡർ നയിക്കുന്ന ടീമിൽ മറ്റു കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കില്ല. എന്തായാലും കടുത്ത പോരാട്ടം തന്നെ ആദ്യ മത്സരത്തിൽ പ്രതീക്ഷിക്കാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. നാളെ മുൻ ചാമ്പ്യന്മാരായ പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഉദ്ഘാടന ദിവസമായി ഇന്ന് 3 മത്സരങ്ങളാണ് ഉള്ളത്. രാവിലെ 9-ന് രാജസ്ഥാൻ ഉത്തരാഖണ്ഡിനെയും ഉച്ചയ്ക്ക് 2-ന് തമിഴ്നാട് ആതിഥേയരായ അസമിനെയും ബംഗാൾ നാഗാലാൻഡിനെയും നേരിടും. 2 ഗ്രൂപ്പുകളിലായി 12 ടീമുകൾ ഫൈനൽ റൗണ്ടിൽ മാറ്റുരയ്ക്കും. കേരളം ഗ്രൂപ്പ് ബിയിലാണ്. മുന്നിലെത്തുന്ന 8 ടീമുകൾ ക്വാർട്ടറിലേക്ക് മുന്നേറും. 7 തവണ ചാമ്പ്യന്മാരായ കേരളം കഴിഞ്ഞ തവണ 1 ഗോളിന് നഷ്ടമായ കിരീടം തിരിച്ചുപിടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.